കല്യാണം കഴിക്കാൻ പോകുന്ന വ്യക്തികളുടെ അടുത്ത് ഒരു ചെറിയ അഡ്വൈസ് ഉണ്ട്. ടു സെലക്ട് എ റൈറ്റ് പാർട്ണർ. എങ്ങനെയാണ് റൈറ്റ് പാർട്ണർ തിരഞ്ഞെടുക്കുക? നമ്മൾക്ക് ഒരിക്കലും ഒരാളെ കണ്ടോടെ ഒരാളെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. സോ ഇന്ററാക്ട് ചെയ്യാം, മാക്സിമം ലെവലിൽ നിങ്ങൾ ഇന്ററാക്ട് ചെയ്യുക. പാരന്റ്സ്, സമൂഹമേ, നിങ്ങൾ മാറി നിൽക്കുക. അവരുടെ ജീവിതമാണ്, അവർ ഇന്ററാക്ട് ചെയ്യട്ടെ. ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് റെഡ് ഫ്ലാഗ്സ് ഉണ്ടാവും. കാരണം അങ്ങനെ പോകുമ്പോൾ എന്തോ എവിടെയോ മിസ്മാച്ചിങ് വരുന്നു. ഇതല്ലല്ലോ എൻ്റെ ഐഡിയ, അല്ലെങ്കിൽ എൻ്റെ ഐഡിയോളജിയുമായിട്ട്, അല്ലെങ്കിൽ എൻ്റെ വേവ് ലെങ്തുമായിട്ട് വരുന്നില്ലല്ലോ, എന്തൊക്കെയോ മിസ്മാച്ചിങ് ഉണ്ടാവും. ഇതിനെയാണ് റെഡ് ഫ്ലാഗ്സ് എന്ന് പറയുന്നത്. കല്യാണം കഴിഞ്ഞിട്ട് മാറിക്കോളും എന്നുള്ള ഒരു അഡ്വൈസ് നിങ്ങളെ പാരൻസിൻ്റെ ഒന്നോ അല്ലെങ്കിൽ നിങ്ങളെ വീട്ടുകാർ ആരിൽ നിന്നെങ്കിലും, മക്കളെ അതൊക്കെ മാറും കേട്ടോ, കല്യാണം കഴിയുമ്പോൾ ഇതൊക്കെ ശരിയാവും, അത് സാരമില്ല, അതെങ്ങനെയല്ലേ എന്ന് വെച്ചാൽ ഓവർ കൺട്രോൾ വരുന്നു. നീ എന്താ അങ്ങനെ പോയേ, നീ എന്താ ഇങ്ങോട്ട് പോയേ, നീ എന്താ വിളിക്കാത്ത, ഇങ്ങനെയൊക്കെ വരുന്നത് ടോക്സിക് റിലേഷൻ്റെ സിമ്പിൾസ് ആണ്. അതിനാണ് റെഡ് ഫ്ലാഗ്സ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഒരു വിവാഹ ബന്ധത്തിൽ നിന്ന് നിങ്ങൾ പിന്മാറുന്നത് ഒരു ഡിവോഴ്സിലേക്ക് പോകുന്നതിനേക്കാൾ എത്രയോ ബന്ധമാണ്. ഒരു ബന്ധം മാറി എന്നല്ലേ ഉള്ളൂ. എല്ലാവരും പറയും എൻഗേജ്മെന്റ് കഴിഞ്ഞു, നാട്ടുകാരെ വിളിച്ചു, അല്ലെങ്കിൽ എല്ലാ ആൾക്കാരും അറിഞ്ഞു. നിങ്ങൾ ആ ഡിവോഴ്സ് മാരേജ് രജിസ്റ്ററിലേക്ക് ഒപ്പിടുന്ന ആ നിമിഷം വരെയും നിങ്ങൾക്ക് അതിൽ നിന്ന് പിന്മാറാനുള്ള റൈറ്റ് ഉണ്ട്. അത് കാരണം ഇനി ഒരു ഡിവോഴ്സിലേക്ക് പോകുന്നതിനേക്കാൾ എത്രയോ ബെറ്റർ നിങ്ങൾ ആ വിവാഹ ബന്ധത്തിൽ നിന്ന് മാറുന്നത്. ആൾക്കാർ തേച്ചിട്ട് പോയെന്നോ വലിപ്പിച്ചിട്ട് പോയെന്നോ എന്ത് വേണോ പറഞ്ഞോട്ടെ, ഇറ്റ്സ് യുവർ ലൈഫ്.